മുതലപ്പൊഴി 2006 കമ്മീഷൻ ചെയ്തതിന് ശേഷം തുടങ്ങി വരുന്ന അല്ലെങ്കിൽ ഇന്ന് വരെ നടന്നു വരുന്ന അപകടങ്ങൾ, ഇത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടലിന്റെ ഒഴുക്കിന്റെ ദിശയും കാറ്റിന്റെ ദിശയും ഒക്കെ കൃത്യമായി പഠിച്ചിട്ട് വേണം മുതലപ്പുഴയിൽ ഹാർബർ പണിയാനും മറ്റ് പുലിമുട്ട് നിർമ്മാണം നടത്താനുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിപ്പോയതാണ് ഈ മുതലപ്പുഴയും അല്ലെങ്കിൽ മുതലപ്പുഴ ഹാർബർ. ആളുകൾക്ക് സുഗമമായി മത്സ്യബന്ധനം നടത്തുവാൻ, അപകടങ്ങളൊന്നും കൂടാതെ പോകുവാനും വരുവാനും എന്നുള്ള രീതിയിലാണ് ഈ ഹാർബർ ഉണ്ടായതെങ്കിലും കേരളത്തിൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന, മരണങ്ങൾ നടക്കുന്ന ഒരിടമായി മുതലപ്പുഴ മാറിയിരിക്കുകയാണ്. പല പ്രാവശ്യം പല രീതിയിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും അതിനൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളത് ഏറെ ദുഃഖമുള്ള ഒരു വാർത്തയാണ്. അദാനി ഇവിടെ വിഴിഞ്ഞം തുറമുഖം ഏറ്റെടുത്തപ്പോൾ അവർക്ക് അത്യാവശ്യമായ സാധനങ്ങൾ, കല്ലും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകാനും മറ്റും ഈ ഹാർബറിന്റെ അല്ലെങ്കിൽ ഈ ഒരു പുലിമുട്ടിന്റെ ഒരു ഭാഗം, തെക്ക് ഭാഗത്ത് പുലിമുട്ട് പൊളിച്ചു മാറ്റി അവരുടെ ബാർച്ച് പണി. അത് പോകുമ്പോൾ അവർ തിരിച്ചതുപോലെ പണിയാമെന്നുള്ളതായിരുന്നു അവരുടെ സർക്കാരുമായിട്ടുള്ള കരാർ. എന്നാൽ 2023 അവരവിടെ നിന്നും പോയിട്ടും അവരവിടെ ആ പുലിമുട്ട് നിർമ്മിക്കുവാനോ അതല്ലെങ്കിൽ അവിടെ മണ്ണ് ട്രച്ച് ചെയ്യുവാനോ അവിടെ അവർ തന്നെ പൊളിച്ചിട്ട കല്ലുകൾ നീക്കം ചെയ്യാനോ അവർ മുതിർന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നതും അപകടങ്ങൾ ഉണ്ടാക്കുന്നതുമായ കാരണങ്ങളിൽ ഏറ്റവും വലുത്. അവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അത് ഏത് ജാതിയോ ഏത് മതവുമോ ആയിക്കോട്ടെ, അവിടെ കൂടുതലായി പോകുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആണ്. അതിനോടൊപ്പം തന്നെ ഹിന്ദു സഹോദരങ്ങളും ഒക്കെ പോകുന്നുണ്ട്. ആര് പോയിരുന്നാലും അവർ ആ വീടിന്റെ അന്നത്തിന് വേണ്ടി, ആ വീടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവരവിടെ മത്സ്യബന്ധനത്തിന് പോകുന്നത്. അവർ തിരിച്ചു വരുന്നില്ല എന്ന് കണ്ടാൽ ആ വീട് അനാഥമാവുകയാണ്. ഇവിടെ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത്, ഇത് മരണങ്ങൾ ഈ അപകടത്തിൽപ്പെട്ടല്ല ഉണ്ടാവുന്നത്, സർക്കാർ നടത്തുന്ന കൊലപാതകം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിന്റെ മുന്നിൽ ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടും സർക്കാർ ഒരു നടപടിയും എടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ കരുതിക്കൂട്ട് നടത്തുന്ന കൊലപാതകങ്ങളാണ് ഇതെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തേ സർക്കാരിന് ഇവിടെ തിരിഞ്ഞു നോക്കാൻ ബുദ്ധിമുട്ട്? സർക്കാരിന് എന്തുകൊണ്ട് തീരദേശ ജനതയും തീരദേശത്തെ വിഷയങ്ങളും കാണാനായിട്ടുള്ള ബുദ്ധിമുട്ടും അത് പരിഹരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും? അപ്പോൾ അത്തരത്തിൽ സർക്കാർ തീരദേശ ജനതയെയും തീരദേശത്തുള്ള കാര്യങ്ങളെയും അവഗണിക്കുമ്പോൾ ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത്? ഞങ്ങളും അരിയാഹാരം കഴിക്കുന്ന, വായു ശ്വസിക്കുന്ന മനുഷ്യരല്ലേ. ഞങ്ങൾക്കും സ്വതന്ത്രമായി മത്സ്യബന്ധനം നടത്തുവാനും അതുകൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് കുടുംബത്തെ പറ്റുവാനും ഞങ്ങൾക്കും ആഗ്രഹമില്ലേ? ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന, ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തച്ചുടയ്ക്കുന്ന ഒരു വലിയൊരു പ്രവണതയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 2018 കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ട് അത് ശരിയാക്കി എന്നുള്ള ഒരു പ്രതീതി വരുത്തുവാൻ അന്നത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ ശ്രമിച്ചു. എന്നാൽ അന്നും ഇത് ശരിയായിട്ടല്ല നടത്തിയത് എന്നാണ് നമ്മൾ പറഞ്ഞത്. CWPRS പഠനം നടത്തുന്നു പൂനെ, അവർ തന്നെയാണ് നേരത്തെ ഇത് ശരിയാക്കിയത്. അതായത് സാധാരണഗതിയിൽ ഒരു വീടുണ്ടാക്കി അല്ലെങ്കിൽ ആ വീടിന്റെ അറ്റകുറ്റപ്പണി നടത്തി പരാജയപ്പെട്ടു പോയ അതേ ആളിനെ വിളിച്ച് പിന്നെയും അത് ശരിയാക്കാനായിട്ട് പറയുമ്പോൾ ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കും എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ മുതലപ്പുഴയെ കാണാത്തതുപോലെ, മുതലപ്പുഴയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതുപോലെ, ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഈ വിഴിഞ്ഞത്തിന്റെ തന്നെ കാര്യം വന്നപ്പോൾ ഇപ്പോ 2ാമത്തെയും 3ാമത്തെയും ഘട്ടം അവർ പണിയാൻ പോകുന്നു. 77 ഹെക്ടർ സ്ഥലം അവർ നികത്താൻ പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നു. ഇനിയും 800 എന്ന് പറയുന്നത് 1200 മീറ്റർ അവർ പുലിമുട്ട് നീട്ടാൻ പോകുന്നു. ഇതൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അതിനു മുൻപേ നിർമ്മിച്ച
വെളിയിൽ നിന്ന് ആരും ഒന്നും നിർമ്മിച്ചതല്ലല്ലോ, സർക്കാരിന്റെ അനുമതിയോടുകൂടി സർക്കാർ തന്നെ ചെയ്തതല്ലേ. ഇനി ഇത് ഏത് സർക്കാരുമാകട്ടെ, ഇന്ന് ഭരിക്കുന്ന സർക്കാരിന് അതൊക്കെ കാണുവാനും അത് പരിഹരിക്കാനുമായിട്ടുള്ള ഒരു ബോധ്യമില്ലേ? അത് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ കൃത്യമായി കണ്ട് അത് ചെയ്യണ്ടേ? ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ, അവരെന്ത് ചെയ്യുകയാണെന്ന് അവർക്കേ അറിയില്ല. CWBRSന്റെ പഠന റിപ്പോർട്ടോ അതല്ലെങ്കിൽ അവര് പുതിയതായി ചെയ്യാൻ പോകുന്ന ഡ്രോയിങ്ങോ നമ്മളെ കാണിച്ചിട്ടില്ല. ഇന്നും അതുമായി ബന്ധപ്പെട്ട് അവരുടെ അവിടെ വിളിച്ചിട്ടും ഒരു മറുപടിയുമില്ല. അതൊക്കെ കൊടുത്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടി അല്ലാതെ അതൊന്നും തിരിച്ച് ഒന്ന് കാണിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു കോപ്പി തരാനോ സാധിച്ചില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് അവർ ആരുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്? ആരുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്? അവിടെ തൊഴിലെടുക്കുന്ന അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന, കാറ്റിന്റെ ദിശ അറിയാവുന്ന, കടലിനെ അടുത്തറിയുന്ന ആളുകൾ, മത്സ്യത്തൊഴിലാളികളായ നിങ്ങളുടെ സഹോദരങ്ങളെ, അവരറിയുന്ന ആ കടൽ അറിവുകളെ അവർ പ്രയോജനപ്പെടുത്തണം. അവർ പറയുന്നതും കൂടി ശ്രമിച്ചുകൊണ്ട് അതിൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാനായിരിക്കണം ഈ സർക്കാർ ശ്രമിക്കേണ്ടത്, അതിന്റെ ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടത്. അനാഥരാകുന്ന കുടുംബം, അവർക്ക് 2006 മുതൽ നടന്ന ആ മരണങ്ങൾക്ക് പലർക്കും ഇന്നും ഒരു നഷ്ടപരിഹാരം കിട്ടാത്ത ആളുകളുണ്ട്. പലരും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്ന് ജീവിക്കുന്നത്. എത്രയോ പ്രാവശ്യം ഇതിനു വേണ്ടി സമരങ്ങൾ ഇതാക്കി, ഞങ്ങൾ എത്രയോ പ്രാവശ്യം സർക്കാരിനെ കണ്ടു, എത്ര നിവേദനങ്ങൾ നൽകി. ഞങ്ങളെ ബലം പ്രയോഗിച്ച് ഞങ്ങളെ സമരത്തിലേക്ക് നയിക്കുകയാണ് സർക്കാർ ചെയ്തത്. ഇതേ പ്രവണത തന്നെയാണ് വിഴിഞ്ഞത്തും ഉണ്ടായിട്ടുള്ളത്.